എന്തിനു വേണ്ടിയില്ല ഒരു റൗണ്ട് ജലപീരം കഴിച്ചില്ല, ഒരു പ്രകോപനം ഉണ്ടാക്കില്ല.
ഇന്ന് നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. വളരെ സമാധാനപരമായിട്ടാണ് KFC-ക്കാർ മാർച്ച് നടത്തിയത്. അവിടെ പോലീസ് വന്നിട്ടാണ് വെറുതെ ആകെ 75 കുട്ടികളാണ് ഒരു സമരത്തിനുണ്ടായിരുന്നത് നേതൃത്വം കൊടുത്തത്. അവിടെ വന്ന് അതിൽ കൂടുതൽ പോലീസുകാർ വന്ന് അവിടെ ഒരു കൂടുതലൊരു പ്രകോപനപരമായ അന്തരീക്ഷമാണ് പോലീസ് അവിടെ ഉണ്ടാക്കിയത്. വേറെ പോലീസിന് നേരെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ അവരിപ്പോൾ കുറേ പേരെ പോലീസ് കസ്റ്റഡി എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുട്ടികളുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും ഇന്നുണ്ടായിട്ടില്ല. പോലീസ് അനാവശ്യമായിട്ടുള്ളൊരു തിടുക്കമാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ നീതിപൂർവമായിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നീതിപൂർവമായിട്ട് പെരുമാറുക, ഈ ആവശ്യമില്ലാത്ത കേസെടുക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക. വളരെ സമാധാനപരമായ ഒരു പ്രൊട്ടസ്റ്റാണ് ഇന്ന് നടന്നത്. കേരളം മുഴുവൻ ഈ പ്രതിഷേധമാണ്. അത് ഇത്രയും സമാധാനപരമായിട്ട് നടത്തിയ KFC-ക്കാരെ അഭിനന്ദിക്കുന്നതിന് പകരം അവരെ കേസെടുക്കാനുള്ള ശ്രമം അത് അങ്ങേയറ്റം അപലപനീയമാണ്. ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ എക്സൈസ് ഓഫീസുകളിലേക്ക് മാർച്ച് നടന്നിരുന്നു. കണ്ണൂരിലേക്ക് നടന്ന മാർച്ചാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയത്. നമ്മളോടൊപ്പം ഇപ്പോൾ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറം ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് ഈ പ്രകോപനത്തിന് കാരണമായത്? ജനാധിപത്യ രീതിയിൽ ഇന്ന് കേരളത്തിൻ്റെ മുഴുവൻ 14 ജില്ലകളിലും KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത എക്സൈസ് ഓഫീസ് മാർച്ചാണ്. ആ എക്സൈസ് ഓഫീസ് മാർച്ചിൽ യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഒരു കോൺസ്റ്റബിളിൻ്റെ നേതൃത്വത്തിൽ CPM-ൻ്റെ കൃത്യമായി DYFI കാരണം തന്നെ പറയാം പോലീസ് സേനകളിലടക്കം കാവ്യവൽക്കരണവും ചുവപ്പുവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള കയറിയ ഒരു പോലീസുകാർ യാതൊരു പ്രകോപനവുമില്ലാതെ KSUവിൻ്റെ ജില്ലാ ഭാരവാഹികളെയും സംസ്ഥാന ഭാരവാഹികളെയും കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായത്. അതാണ് ഇത്തരം പ്രകോപനങ്ങളിലേക്ക് പോയത്. യാതൊരുവിധ ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താൻ
പോലീസും നടത്തുന്ന ന്യായമായ ഒരു സമരത്തിൻ്റെ പേരിലാണ് ഈ സമരം ചെയ്തത്. ഇന്ന് കേരളത്തിൽ ഓരോ ജില്ലാടിസ്ഥാനത്തിലും എക്സൈസ് വകുപ്പിൽ പോലും ജീവനക്കാർ കുറവാണ്. ആ എക്സൈസ് വകുപ്പിനെ പോലും നിഷ്ക്രിയണം തഴയാനുള്ള പിണറായി വിജയൻ എന്ന ലഹരി മാഫിയ തലവൻ്റെ ഗൂഢതന്ത്രമാണ് ഇത്തരം പോലീസിനെ വെച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത്തരം അടിച്ചമർത്തലുകൾ. ഇത്തരം അടിച്ചമർത്തലുകൾ കൊണ്ട് ഒരിക്കലും KSU എന്ന പ്രസ്ഥാനം ഇത്തരം ഒരു വിഷയങ്ങളിൽ കേരളത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഈ ലഹരി മാഫിയകൾക്കെതിരെ പ്രത്യക്ഷ സമരവുമായി ഇനിയും അടിച്ചമർത്തലുകൾ ഉണ്ടായാലും ജയിലെങ്കിൽ ജയിൽ എന്ന രീതിയിൽ ഞങ്ങൾ തെരുവിലുണ്ടാകും. ഈ നാട്ടിലെ യുവജനങ്ങളുടെ പ്രതീക്ഷ അത് പ്രതിപക്ഷ സംഘടന എന്ന KSUവിലും യൂത്ത് കോൺഗ്രസിലുമാണ്. അത്രമാത്രമേ പറയാനുള്ളൂ.